പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞാൽ അവൾ എൻ്റെ അനിയത്തിയാണ്. അവൾ പാവാ. എൻ്റെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ല ഞങ്ങളമ്മയും മിക്കപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ കുറച്ച് നേരത്തേക്കൊക്കെ ഉള്ളൂ. വഴക്കുണ്ടാക്കി മിണ്ടാതൊക്കെ ഇരിക്കും. പക്ഷെ എന്നാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മറക്കും. ഞങ്ങളെല്ലാം പെട്ടെന്ന് മറക്കും. വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് മറക്കും. ഞങ്ങളമ്മ ഭയങ്കര ബോണ്ടാ. അവൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ. അപ്പം ഞാനും അഭിപ്രായം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞങ്ങളമ്മ കൊച്ചിലെ തൊട്ടുള്ള ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. സങ്കടം മീൻസ് അവളൊരു ഇതിലോട്ട് പോകും, വേറൊരു ഇതായിട്ട് പോകുന്നൊക്കെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് വേറൊരു ഇതിലോട്ട് പോകുമ്പോൾ. പിന്നെ ഭയങ്കര സന്തോഷം, ഹാപ്പി. അവളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഞങ്ങൾ പെരുമയാണെങ്കിലും ഞാനാണെങ്കിലും ഫ്രണ്ടാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രിയങ്ക. ഞങ്ങൾ സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സാണ്. 2nd സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഞങ്ങൾ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടും ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ആൾ വേറൊരു പ്രൊഫഷനാണെങ്കിൽ കൂടി പോലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. എപ്പോഴാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഷെയർ ചെയ്യാം. അവൾ അതിൻ്റേതായ അഡ്വൈസസ് നമുക്ക് തിരിച്ചു തരും. അവളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വയറ്റാണ്, പക്ഷെ ഭയങ്കര സ്വീറ്റാണ്. ഞാൻ അങ്ങനെ ആരോടും ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആൾ. ഒരു വഴക്കുണ്ടായാൽ പോലും ഭയങ്കര സൗമ്യതയിലാണ് പറഞ്ഞ് മനസ്സിലാക്കുന്ന. എടി ഇത് അങ്ങനെ ദേഷ്യപ്പെടുന്ന ഇന്ന് വരെ കണ്ടിട്ടില്ല. അതാണ് ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയാം. ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ അവിടെ ദേഷ്യപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും ആളുടെ ബിഗ് ഡേ ആണ്. ഞാൻ ആൾക്ക് എല്ലാ ഹാപ്പിനെസ്സും കിട്ടട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഒരു ബിഗ് ഡേയിൽ ഞങ്ങൾ ചേട്ടനും ഞങ്ങളുടെ വക ഓൾ ദ ബെസ്റ്റ്.
ദിവസത്തെ രാജകുമാരനും രാജകുമാരിയും അഭിജിത്തും എംപിയും ഓൾമോസ്റ്റ് ഈ ഒരു ഹാളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഫ്യൂ മിനിറ്റ്സ് കൂടെ മാത്രമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ആൻഡ് എൻഗേജ്മെന്റ് സെറിമണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടങ്ങുകൾ കരയോഗത്തിന്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും വേദിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം വിദ്യാർത്ഥികള് പേരൻസ് ഒക്കെ വേദിയിലുണ്ട്. അവിടെ എല്ലാവരുടെയും പ്രസൻസ് തീർച്ചയായിട്ടും നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ VVIPസിനെയാണ്. അഭിജിത്തും എംപിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഫ്യൂ മിനിറ്റ്സ് കൂടെ ക്ഷമയോടുകൂടെ തന്നെ കാത്തിരിക്കാം to welcome stars of this day. ആദ്യമായിട്ട് വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് സ്റ്റാർ ഓഫ് ദി ഡേ, ദ പ്രിൻസ് അഭിജിത്ത് രമേശ്. നല്ലൊരു കൈയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കമിങ് എല്ലോ ഫാമിലി മെമ്പേഴ്സ് നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അഭിജിത്ത് രമേശിന്റെ ഇന്നത്തെ എൻഗേജ്മെന്റ് സെറിമണീസിലേക്കും ഈ ഒരു മനോഹരമായ വേദിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി അവസരത്തിൽ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഏത് സ്നേഹത്തോടുകൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു പ്ലീസ് ജോയിൻ ഓൺ ടു ദ സ്റ്റേജ്. അപ്പോൾ തീർച്ചയായിട്ടും അഭിജിത്ത് വേദിയിലേക്ക് ജോയിൻ ചെയ്ത് സ്ഥിതി ഫോർ നെക്സ്റ്റ് നമ്മളുടെ സ്റ്റാർ ആൻഡ് അഭിജിത്തിന് എന്റെ സിസ്റ്റർ കൂടിയുണ്ട് അഭിജ. എല്ലാവരെയും തന്നെ ഈ അവസരത്തിൽ വേദിയിലേക്കും ഈ ഒരു ചടങ്ങിലേക്കും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്തു. ആൻഡ് വേദിയില് തീർച്ചയായിട്ടും എത്തിയ സ്ഥിതിക്ക് ഒന്ന് സെറ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്, ഇരിക്കാവുന്നതാണെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ പ്രീതിക്ക് വേണ്ടിയിട്ട് വേദിയിലേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ് എക്സൈറ്റഡ്. സ്നേഹപൂർവ്വം തന്നെ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ സ്റ്റാർ പ്രിൻസസ് രാജകുമാരി എന്ന് തന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കാം. ആൻഡ് പ്രിയങ്കവരെക്കാട്ട് തന്നെ ജോയിൻ ചെയ്യും. ഫ്യൂ മിനിറ്റ്സുള്ള പ്രശ്നങ്ങളോട് തന്നെ കാത്തിരിക്കാം. ഇതിനുശേഷം ഇരുവരും വേദിയിലേക്ക് ഇതിനുശേഷം എൻഗേജ്മെന്റ് സെറിമണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിംഗ് എക്സ്ചേഞ്ച് സെറിമണിയിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മൾ അടിപൊളിയായിട്ടുള്ള സോങ്സ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ അധികം വൈകാതെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു. പ്രിയയുടെ സാന്നിധ്യങ്ങളുടെ വേദിയിലെത്തിയ ശേഷമായിരിക്കും ആ ചടങ്ങുകളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. എല്ലാവർക്കും അല്പ നിമിഷങ്ങളിലൂടെ ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കാം. കൺകൾ പാർത്തേൻ കവിയാനേ இன்னும் கம்பன் தாண்டுவேன் உன்னிதழ் மேலே எழுதுவேன் ஏ மான் பொற மங்கையே நில்லாயோ செம்மாதுளை வாய்மொழி சொல்ல ചാർജ് വാങ്ങിക്കുകയാണ്. ചാർജ് വാങ്ങിക്കുക എല്ലാവരും എഴുന്നേറ്റിരുന്ന ഈശ്വര പ്രാർത്ഥന. ആചാര്യന്റെ സ്മരണം, ചട്ടമ്പി സ്വാമിയുടെ സ്മരണം. പ്രിയ ചാർജ് വായിക്കുന്നു. ദേവി ശരണം ചാർത്ത് വായിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം വില്ലേജിൽ തെക്കേക്കര POയിൽ നാട്ടായ 840 നമ്പർ NSS കരയോഗത്തിൽ ഗോപി രാഗത്തിൽ ശ്രീമതി ഹേമലതയുടെയും ശ്രീമാൻ ഗുണപ്രസാദിന്റെയും മകൾ ഭരണനക്ഷത്ര ജാതയായ പ്രിയങ്കാജിയും കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ തിരുവഞ്ചൂർ കരയിൽ തിരുവഞ്ചൂർ 444 നമ്പർ NSS കരയോഗത്തിൽ മൂലക്കുന്നേൽ വീട്ടിൽ ശ്രീമതി സുജാതയുടെയും ശ്രീമാൻ രമേഷ് കുമാർ MR മകൻ തൃക്കേട്ട നക്ഷത്രജാതനായ അഭിജിത്ത് രമേശും തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1201 ചിങ്ങമാസം ഉചിതമായ സ്ഥലത്ത് വെച്ച് ഉത്തമ മുഹൂർത്തത്തിൽ നടത്തുന്നതിന് ഉഭയകക്ഷി സമ്മതപ്രകാരം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വിവാഹ സ്ഥലം, ദിനം, മുഹൂർത്തം ഇവകൾ പിന്നീട് ക്ഷണക്കത്തിലൂടെ അറിയിക്കുന്നതാണ്. ദേവി ശരണം. പൂർത്തിയായിരിക്കുന്നു. അടുത്തതായിട്ട് the most important part of this day, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പാർട്ട്, അതായത് റിംഗ് എക്സ്ചേഞ്ച് സെറിമണി, അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കടക്കാനായിട്ട് പോകുന്നു. कभी जागो मेरी आंखें सुनाए एक दास्तां जो होठों से घोलो ना ए ए है
हैरते आशिकी जगह मत पैरों से ज़मीं ज़मीं लगा मत ए हैरते आशिकी जगह मत पैरों से ज़मीं ज़मीं लगा मत ए हैरते आशिकी ए हैरते आशिकी हो हैरते आशिकी
ദൂരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ പെയ്തേ പോയോ ഒഴിയുന്നുവോ കാലമേറെ കാതലാകുമീ പിറൻ കുഞ്ഞു പൂവിലേ നീ പൊൻകണം കിനാവിലെന്റെ കണ്ണ് മൂടിവാ നാമേറെ മാറിയെങ്കിലും കാലം കഴിഞ്ഞു പോകിലും നീലാവ് കോർത്ത